ഗുണകരമായ തീരുമാനമുണ്ടാകുമെന്ന് US പ്രസിഡന്റ്. നേതാക്കളുടെ കൂടിക്കാഴ്ച ദക്ഷിണ കൊറിയയിൽ. കായിക കേരളത്തിന്റെ കൗമാര കുതിപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്. ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഇന്ന് വൈകിട്ട് ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 28 വരെ അനന്തപുരിയിൽ നടക്കുന്ന കായികമേളയിൽ 12 വേദികളിലായി 20,000-ലധികം താരങ്ങൾ പങ്കെടുക്കും. ശാലിനി ചേരുന്നു. ശാലിനി, ചുറുചുറുക്കിന്റെ ആ കൗമാര കുതിപ്പിന് ഇന്ന് തുടക്കമാകുകയാണ്. എപ്പോഴായിരിക്കും ഉദ്ഘാടന ചടങ്ങ്? വിവരങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനം വീണ്ടും ഒരു കായികമേളയ്ക്ക് ആതിഥേയത്വം നൽകുകയാണ്. 67ാമത് സംസ്ഥാന കായികമേള, കേരള ഒളിമ്പിക്സ് എന്ന് തന്നെ പറയാം, 2ാം പതിപ്പിന് ഇന്ന് തലസ്ഥാനത്ത് തുടക്കമാവുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കായികമേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. 12 വേദികളിലായി ഏകദേശം 20,000-ഓളം വരുന്ന കൗമാരത്തിന്റെ കായിക കേരളത്തിന്റെ ഒക്കെ താരങ്ങൾ ഇന്ന് മുതൽ മാറ്റുരയ്ക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഗൾഫ് മേഖലയിൽ നടക്കം 35-ലധികം വരുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഈ ഒരു കായികമേളയുടെ ഭാഗമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അവർ തലസ്ഥാനത്ത് വരികയും ചേർന്നു. ഊഷ്മളമായ സ്വീകരണം നൽകി. കേരളത്തിൽ നിന്നുള്ള ആദ്യ സംഘം ഇന്നലെ തിരുവനന്തപുരത്ത് രാത്രിയോടുകൂടി എത്തി. അവരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടിയും വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ടും മന്ത്രി അടക്കമുള്ളവർ ചേർന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ വൈകുന്നേരം ഔദ്യോഗിക ഉദ്ഘാടന സമ്മേളനം നടക്കും. അതിനുശേഷം സംസ്ഥാനത്തിന്റെ കലാ സാംസ്കാരിക കായിക മേഖലയിലെ പ്രമുഖരടക്കമുള്ളവർ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ കേരളത്തിന്റെ പാരമ്പര്യം അടക്കം വിളിച്ചു പോകുന്ന രീതിയിലുള്ള കലാ സാംസ്കാരിക പരിപാടികളടക്കം ആ പരിപാടിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാർ, MP-മാർ, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമാവുകയും ചെയ്യും. മേളയുടെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ്, ക്രിക്കറ്റ് താരം. ഒപ്പം തന്നെ മേളയുടെ മറ്റൊരു ഗുഡ്വിൽ അംബാസിഡർ എന്നുള്ളത് സിനിമ താരം കൂടിയായിട്ടുള്ള കീർത്തി സുരേഷാണ്. അങ്ങനെ വലിയ താരനിര കൂടി ഈ ഒരു മേളയുടെ ഭാഗമാകുന്നുണ്ട്. നമുക്കറിയാം, സ്വർണ്ണ കപ്പാണ് ഇത്തവണ കായികമേളയുടെ ജേതാക്കളാകുന്ന ജില്ലയ്ക്ക് നൽകുകയും ചെയ്യുന്നത്. അത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണ കപ്പായിരിക്കും ഇത്തവണ ഓരോ താരങ്ങളുടെയും കൈകളിലേക്ക് അവരുടെ അർഹതയ്ക്ക് അംഗീകാരമായി എത്തുകയും ചെയ്യുന്നതിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതെങ്കിൽ പോലും മറ്റ് 11 വേദികളിൽ നാളെ മുതൽ തന്നെ മേളയുടെ ഭാഗമായിട്ടുള്ള കായിക ഇനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഇൻഡോർ സ്റ്റേഡിയങ്ങളടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഡിയം ഒത്തിനു പുറമെ മറ്റ് ഓപ്പൺ സ്റ്റേഡിയങ്ങളടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. പഴയടം തന്നെയാണ് ഇത്തവണയും കായികമേളയുടെ ഭക്ഷണ കാര്യങ്ങൾ നോക്കുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തുലാവർഷം ശക്തമായി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു ആശങ്ക ഈ ഒരു കായികമേളയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആശങ്കയ്ക്ക് യാതൊരു രീതിയിലുമുള്ള കാര്യമില്ല. ഒരു പ്ലാൻ ബി സർക്കാർ തലത്തിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ തലത്തിലും രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അടക്കം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചിട്ടുമുള്ളത്. അതായത് ഏതെങ്കിലും തരത്തിൽ മഴ വില്ലനാവുകയാണെങ്കിൽ ഈ ഓപ്പൺ വേദികളിലൊക്കെ നടത്തേണ്ട പരിപാടികൾ ഏതെങ്കിലും ഒരു വേദിയിലേക്ക് മാറ്റി ഒരു പ്ലാൻ ബി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുമുള്ളത്. എന്തായാലും കായിക രംഗത്തെ ഉത്സവങ്ങൾക്ക് അങ്ങനെ തുടക്കമാവുകയാണ്. ഇന്നിപ്പോൾ കായികമേളയോട് കൂടി ഔദ്യോഗികമായി തുടക്കമാകുന്നു. തൊട്ടു പിന്നാലെ തന്നെ കലോത്സവം ആരംഭിക്കുക. അങ്ങനെ വിദ്യാർത്ഥികളുടെ കഴിവ് പുറത്തെടുക്കാൻ കഴിയുന്ന ഓരോ മേളകളും അങ്ങനെ ആരംഭിക്കുകയാണ്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എന്ന രീതിയിലാണ് ഇന്ന് കായികമേളയുടെ കേരള ഒളിമ്പിക്സിന്റെ 2ാം പതിപ്പിനും 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കും ഇന്ന് വൈകിട്ടോടുകൂടി തിരിതെളിയാൻ പോകുന്നത്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വീണ്ടും ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി. 4 പ്രധാന ആശുപത്രികളിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം ഇന്നു മുതൽ നിർത്തിവെക്കുമെന്നാണ് വിതരണക്കാരുടെ മുന്നറിയിപ്പ്. കോടികൾ കുടിശ്ശികായതിനെ തുടർന്നാണ് ഈ തീരുമാനം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രതിസന്ധി തുടരുകയാണ്. നിലവിലിപ്പോൾ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിനടക്കം ആ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇതൊക്കെ നിർത്തിവെക്കേണ്ടി വരുമെന്നുള്ളൊരു ആശങ്ക കൂടി